ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് അറേസിനെ കുറിച്ചാണ്. സോ നമ്മൾ അറേ ഉപയോഗിക്കുന്നത് നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നതിനാണ്. ഉദാഹരണമായി നമ്മൾ ഇവിടെ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ബനാന നമുക്കിതുപോലെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ നമുക്ക് ഒരു വേരിയബിളിൽ ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നമ്മൾ അറേ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു വേരിയബിളിൽ ഒന്നിൽ കൂടുതൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. സോ നമുക്കൊരു അറേ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മുടെ അറേയുടെ പേര് ഫ്രൂട്ട് എന്നാണ്. ഓക്കെ, സോ നമ്മൾ അതിന് ശേഷം ഒരു റൗൺ ബ്രാക്കറ്റ് കൊടുക്കുക. സോ ഇതിനുള്ളിലാണ് നമ്മൾ വാല്യൂസ് കൊടുക്കേണ്ടത്. സോ നമ്മുടെ വാല്യൂസ് ബനാന, അതുപോലെ ഗ്രേപ്സ്, കോമയുടെ ആവശ്യമില്ല, സ്പേസ് കൊടുക്കുക, ഗ്രേപ്സ്, അതുപോലെ നമുക്ക് ആപ്പിൾ, അതുപോലെ നമുക്ക് ബെറി. സോ ഇപ്പോൾ നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്തു. സോ നമ്മൾ സാധാരണ ഒരു വേരിയബിൾ നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് വേരിയബിൾ നെയിം കൊടുത്താൽ മതി. സോ അറേ ആണെങ്കിൽ നമുക്കതിന് ഇൻഡെക്സ് നമ്പർ കൊടുക്കേണ്ടതുണ്ട്. സോ ഓരോന്നിനും ഒരു ഇൻഡെക്സ് നമ്പർ ഉണ്ടായിരിക്കും. ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിലായിരിക്കും. ഓക്കെ, 0, 1, 2, 3. 0-യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും, അവസാനത്തേത് 3 ആയിരിക്കും. സോ നമുക്ക് ഉദാഹരണമായി ഈ ബനാന എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ എക്കോ $, നമ്മൾ കർലി ബ്രാക്കറ്റ് കൂടെ ഉപയോഗിക്കുക. ഓക്കെ, കർലി ബ്രാക്കറ്റ് ഉപയോഗിച്ച ശേഷം നമ്മൾ ഫ്രൂട്ട് എന്ന് കൊടുക്കുക, ഫ്രൂട്ട്. അതിനുശേഷം നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇതുപോലെ, ഇതിനുള്ളിലാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ കൊടുക്കേണ്ടത്. ഇതിനുള്ളിൽ നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 കൊടുത്ത് സേവ് ചെയ്ത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോറി, നമ്മളുടെ ഫ്രൂട്ടിന്റെ വേരിയബിൾ നെയിം തെറ്റായിരുന്നു, FRUIT എന്നാണ്. സോ ഫ്രൂട്ട് സേവ് ചെയ്യാം, നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ ബനാന എന്ന് ലഭിക്കും. സോ നമുക്ക് ഗ്രേപ്സ് എന്ന് പറയുന്ന വാല്യൂ ആക്സസ് ചെയ്യണമെങ്കിൽ സോ നമ്മളിവിടെ ഇൻഡെക്സ് നമ്പർ 1 കൊടുക്കുക, സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേപ്സ് എന്ന് ലഭിക്കും. അതുപോലെ നമുക്ക് ബെറി ആണ് വേണ്ടതെങ്കിൽ ഇതിന്റെ ഇൻഡെക്സ് നമ്പർ നമ്മൾ നോക്കുക, 0, 1, 2, 3, 3 ആണ്. സോ നമ്മളിവിടെ 3 കൊടുക്കുക, 3 കൊടുത്ത് സേവ് ചെയ്ത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബെറി എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ഇൻഡെക്സ് നമ്പർ കൊടുത്ത് നമുക്കൊരു അറേക്കുള്ളിലെ വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നെക്സ്റ്റ് നമുക്ക് ഇതിലെ മുഴുവൻ വാല്യൂസ് നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ @ എന്ന് കൊടുക്കുക. @ എന്ന് കൊടുത്ത് സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറേക്കുള്ളിലെ മുഴുവൻ ഡീറ്റെയിൽസും മുഴുവൻ വാല്യൂസും നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ അതുപോലെ നമുക്ക് അവസാനത്തെ ലാസ്റ്റ് ഭാഗത്ത് നിന്ന് തുടങ്ങണമെങ്കിൽ അവസാനത്തെ നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി പ്രിന്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഇൻഡെക്സ് നമ്പർ കൊടുത്ത് പ്രിന്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിതുപോലെ -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാം. -1 എന്ന് കൊടുത്ത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അറേക്കുള്ളിലെ അവസാനത്തെ വാല്യൂ പ്രിന്റ് ആവുന്നതായിരിക്കും. അവസാനത്തെ വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ നമ്മൾ -1, -2, -3, -4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബനാന എന്ന് പറയുന്ന വാല്യൂ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ നമ്മൾ സേവ് ചെയ്ത് നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബനാന എന്ന് പറയുന്ന ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. സോ ഈ രീതിയിലൊക്കെ നമുക്ക് ഒരു അറേക്കുള്ളിലെ വാല്യൂസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു നമ്പറിന്റെ അറേയാണ്. നമ്മളിവിടെ നമ്പേഴ്സ് എന്ന് കൊടുക്കുന്നു, നമ്പേഴ്സ്. സോ ഞാനിവിടെ 10, 20, 30, 40 4 വാല്യൂസ് കൊടുക്കുന്നു. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ അറേക്കുള്ളിലെ 10 എന്ന് പറയുന്ന വാല്യൂയും അതുപോലെ 30 എന്ന് പറയുന്ന വാല്യൂയും തമ്മിൽ നമ്മൾ കൂട്ടാൻ പോവുകയാണ്. സോ നമ്മൾ റിസൾട്ട് എന്ന് കൊടുക്കുന്നു. റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എങ്ങനെ നമുക്ക് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാമെന്ന്. സോ നമ്മളിവിടെ $, ഡബിൾ റൗണ്ട് ബ്രാക്കറ്റ്, ഇതിനുള്ളിൽ നമ്മുടെ വേരിയബിൾ നെയിം കൊടുക്കുക. സോ നമ്പേഴ്സ്. സോ ആദ്യത്തെ 10ന്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0 ആയിരുന്നു, 0 കൊടുക്കുക. അതിനുശേഷം പ്ലസ് കൊടുക്കുക. അതിനുശേഷം 30ന്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 0, 1, 2 ആണ്. സോ നമ്മളിവിടെ നമ്പേഴ്സ്. സോ ഇൻഡെക്സ് നമ്പർ 2 കൊടുക്കുന്നു. ഓക്കെ, നമ്പർ 2 കൊടുത്ത ശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്കത് പ്രിന്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ എക്കോ നമ്മൾ റിസൾട്ട് പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, റിസൾട്ട് പ്രിന്റ് ചെയ്യുന്നു. സേവ് ചെയ്യാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 + 30, 40 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിനി 20 + 40 ചെയ്യണമെങ്കിൽ നമ്മളിവിടെ 20യുടെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 1 ആയിരുന്നു. അതുപോലെ 40യുടേത് 3 ആയിരുന്നു. ഓക്കെ, 3 കൊടുക്കാം. 3 കൊടുത്ത ശേഷം നമുക്ക് സേവ് ചെയ്യാം. റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ബാഷ് പ്രോഗ്രാമിൽ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. സോ അറേക്കുള്ളിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. സോ അതുപോലെ നമുക്ക് ഈ പറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് അറേക്കുള്ളിലെ വാല്യൂസ് നമുക്ക് ആക്സസ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും.